നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് ഹസ്സ ബഹിരാകാശത്തേക്ക് പറന്നുയർന്നത്. ഇതാ പരീക്ഷണ നാളുകൾക്ക് ശേഷം UAE പുത്രൻ വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ്. UAE പുതുമേർന്ന ഈ കുതിപ്പിൽ സന്തോഷത്തിലാണ് പ്രവാസികളും. ഇനി ഈ ചരിത്രം ആർക്കും മായ്ച്ചു കളയാൻ സാധിക്കില്ല. വാർത്തയിലേക്ക്. ചരിത്രം രചിച്ച് വിണ്ണിൽ നിന്ന് മണ്ണിലിറങ്ങിയിരിക്കുകയാണ് UAE ആദ്യ ബഹിരാകാശ യാത്രികൻ മേജർ ഹസ്സ അൽ മൻസൂരി. വ്യാഴാഴ്ച വൈകിട്ട് UAE സമയം 3:00-ഓടെയാണ് ഹസ്സ അൽ മൻസൂരി സഹയാത്രികരും ദൗത്യം പൂർത്തിയാക്കി കസാഖിസ്ഥാനിൽ തിരിച്ചിറങ്ങിയത്. 8 ദിവസമാണ് ഹസ്സ അൽ മൻസൂരി അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിൽ കഴിഞ്ഞത്. രാവിലെ 11 മുതൽ സോയൂസ് M12 എന്ന പേടകം വഴി ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. 11:38-ന് ബഹിരാകാശ കേന്ദ്രവുമായുള്ള ബന്ധം വിച്ഛേദിച്ച് പേടകം ഭൂമിയിലേക്ക് തിരിച്ചിറക്കാൻ തുടങ്ങി. ബഹിരാകാശം വിട്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വായുവുമായുള്ള ഘർഷണത്തിൽ പേടകത്തിന് തീപിടിക്കുമെന്നതിനാൽ വളരെ സങ്കീർണമാണ് തിരിച്ചിറക്കത്തിന്റെ ഓരോ ഘട്ടവും. ഏറ്റവും നിർണായകമായ പ്ലാസ്മ സോണും പിന്നിട്ട് 2:47-ന് യാത്രികരുടെ പേടകത്തെ സുരക്ഷിതമായി ഭൂമിയിലെത്തിക്കുന്ന പാരച്യൂട്ട് ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. 2:59-ന് ഹസ്സ അൽ മൻസൂരി റഷ്യൻ കമാൻഡർ അലക്സി ഓവ്ഷിനിൻ എന്നിവരുമായി ഭൂമിയിലിറങ്ങി. അമേരിക്കൻ ബഹിരാകാശ യാത്രികൻ നിക് ഹോഗ് എന്നിവർ ഭൂമിയെ തൊട്ടു. ദൈവത്തിന് സ്തുതി, നാടിന്റെ പുത്രൻ ബഹിരാകാശ കേന്ദ്രത്തിൽ താമസിച്ച ആദ്യ അറബി സുരക്ഷിതനായി തിരിച്ചു വന്നിരിക്കുന്നു എന്ന വൈകാരിക ട്വീറ്റോടെയാണ് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഹസ്സയെ വരവേറ്റത്. രാജ്യത്തിന്റെ പതാക ചുംബിച്ച് ഹസ്സ അഭിമാന നിമിഷം പങ്കിടുകയും ചെയ്തു. നമ്മുടെ യത്നം അവസാനിച്ചിട്ടില്ലെന്നും അവസാനിക്കുകയില്ലെന്നും ഒരു തലമുറ വീണ്ടും ഈ ദൗത്യവുമായി കരുത്തോടെ മുന്നോട്ട് പോകുമെന്നും ഹസ്സ കുറിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ സൗദി അറേബ്യയിലെ മക്കയിലെ ഗ്രാൻഡ് മോസ്ക് എന്നറിയപ്പെടുന്ന മസ്ജിദ് അൽ ഹറാമിന്റെ ചിത്രങ്ങൾ മൻസൂരി ബഹിരാകാശത്തു നിന്നും ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ആദ്യത്തെ UAE ബഹിരാകാശ യാത്രികൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പരിക്രമണം ചെയ്യുന്നതിനിടയിലാണ് ചിത്രങ്ങൾ പകർത്തിയെടുത്തത് എന്ന സവിശേഷതയും ഉണ്ടായിരുന്നു. ഭൂമിയിൽ നിന്നും ഏകദേശം 350 കിലോമീറ്റർ ഉയരത്തിൽ നിന്നും പകർത്തിയ ചിത്രങ്ങളാണിത്. മുസ്ലിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന പുണ്യസ്ഥലം എന്നാണ് അദ്ദേഹം പുണ്യനഗരമായ മക്കയുടെയും ഗ്രാൻഡ് മോസ്കിന്റെയും ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് കുറിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് അദ്ദേഹം ബഹിരാകാശത്ത് നിന്ന് UAE ചിത്രം പോസ്റ്റ് ചെയ്തിരുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.